കഥയുടെ തുടക്കത്തിൽ തന്നെ ഹാരി സീനിയ എന്ന ക്രൂര മനസ്സുള്ള ഒരു ദമ്പതികൾക്ക് അവരുടെ രണ്ടാമത്തെ കുട്ടി ജനിക്കുകയാണ്. ഈ വൃത്തികെട്ട സെൽഫിഷ് ആയിട്ടുള്ള ഈ ദമ്പതികൾക്ക് ജനിച്ച രണ്ടാമത്തെ കുട്ടിയാണ് നമ്മുടെ കഥാനായിക മെറ്റിൽഡ. ഹാരി തന്റെ സ്വന്തം കുട്ടിയെ ആദ്യമായി കണ്ടപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി അയാൾ പറഞ്ഞത് എന്തൊരു വൃത്തികെട്ട കുട്ടി എന്നാണ്. ഹാരിയും ഭാര്യ സീനിയയും ഇവര് രണ്ടുപേരും വലിയ പണക്കാരാണെങ്കിൽ കൂടി അവര് ഭയങ്കര കഞ്ചൂസാണ്, അഥവാ പിഷ്കന്മാരാണ്. ഈ നശിച്ച കുട്ടി ജനിച്ചത് കാരണം നമ്മൾക്ക് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ഈ ദമ്പതികൾ ആശുപത്രിയിൽ നിന്ന് അവരുടെ രണ്ടാമത്തെ കുട്ടിയുമായി വീട്ടിലേക്ക് പോകുമ്പോൾ പറയുന്നത്. അവരുടെ ആദ്യത്തെ കുട്ടിയായ മൈക്കിളിനെ ഈ മാതാപിതാക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എന്താണെന്ന് അറിയത്തില്ല, മെറ്റിൽഡിയ അവർക്ക് കണ്ണെടുത്ത കണ്ടൂടാ. അവള് ജനിച്ച ആ ദിവസം അവര് വളരെ കെയർലെസ് ആയിട്ട് ആ കുട്ടിയെ കാറിന്റെ ഡിക്കിയിലാണ് വെച്ചത്. എന്നിട്ട് കാർ ആണെങ്കിൽ വളരെ വേഗത്തിലാണ് അദ്ദേഹം ഓടിക്കുന്നത്. അപ്പോൾ ഡിക്കിയിൽ നിന്ന് മെറ്റിൽഡ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കറങ്ങി പോകുന്നുമുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ അവര് ഡിക്കിയിൽ കുട്ടിയുണ്ട് എന്ന് പോലും ഓർക്കാതെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. അതായത് ഇങ്ങനെ ഒരു കുട്ടി അവർക്കുള്ളത് പോലും അവര് ഓർക്കാറില്ല. അതുകൊണ്ട് മെറ്റിൽഡ എന്ന പെൺകുട്ടി ചെറുപ്പം തൊട്ടേ ഒറ്റക്ക് പല കാര്യങ്ങൾ പഠിക്കാനായി തുടങ്ങി. അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മെറ്റിൽഡക്ക് 1 വയസ്സ് ആവുന്നതിന് മുൻപ് തന്നെ അവള് സ്വന്തം പേര് എഴുതാൻ വരെ പഠിച്ചു. പക്ഷേ ഈ കാര്യമൊന്നും ഈ വൃത്തികെട്ട മാതാപിതാക്കള് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അവൾക്ക് വെറും 2 വയസ്സ് പ്രായമായപ്പോൾ 30 വയസ്സുള്ള ആൾക്കാരെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ അവള് ഒറ്റക്ക് ചെയ്യാനായിട്ട് പഠിച്ചു. അതായത് അവളുടെ സകല കാര്യങ്ങളും അവള് ഒറ്റക്കാണ് നോക്കുന്നത്. മാതാപിതാക്കൾ അവളെ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. അവളുടെ ചേട്ടൻ മൈക്കിൾ സ്കൂളിൽ പോകും, അച്ഛനാണെങ്കിൽ അങ്ങേരുടെ യൂസ്ഡ് കാർ ബിസിനസ് ചെയ്യാനായിട്ട് പോകും, അമ്മയാണെങ്കിൽ എവിടെങ്കിലും കറങ്ങാനായിട്ടും പോകും. അപ്പോഴൊക്കെ വീട്ടിലെ മെറ്റിൽഡ തനിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ സാധാരണ ഒരു 2 വയസ്സുള്ള കുട്ടിയെ വീട്ടിൽ തനിച്ചാക്കി പോയാലും ആ കുട്ടി സ്വാഭാവികമായിട്ടും വീട് മുഴുവനും അലങ്കോലമാക്കിയിടും, അല്ലെ? എന്നാൽ മെറ്റിൽഡ സ്വന്തമായി പാചകം ചെയ്യാനായി പഠിച്ചു. നല്ല രുചിയുള്ള പാൻ കേക്ക്സ് അവള് സ്വന്തമായി ഉണ്ടാക്കി കഴിക്കും. എന്നിട്ട് അവള് വീട്ടിലുള്ള മാഗസിൻസ് ഒക്കെ വായിക്കാനായിട്ടും പഠിച്ചു. അതായത് ആരുടെയും സഹായമില്ലാതെ മെറ്റിൽഡ വെറും 4 വയസ്സ് പ്രായമായപ്പോൾ തന്നെ നന്നായി എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം മെറ്റിൽഡയുടെ മാതാപിതാക്കളും ചേട്ടനും അവര് 3 പേരും TV കാണുന്ന സമയം മെറ്റിൽഡ തന്റെ അച്ഛന്റെ അടുത്ത് ചെന്ന് അച്ഛാ എനിക്കൊരു ബുക്ക് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ബുക്കോ? ബുക്കൊക്കെ മണ്ടന്മാര് മാത്രം വായിക്കുന്ന സാധനമാണ്. ഈ ലോകത്ത് ബുക്ക് വായിച്ചിട്ട് ആരും എവിടെയും എത്തിയിട്ടില്ല. നീ അവിടെ ചുരുണ്ടുകൂടി ഇരുന്ന് മര്യാദക്ക് ഞങ്ങളുടെ കൂടെ TV കാണ്. ഇതായിരുന്നു ആ മോളോട് ഈ വൃത്തികെട്ടവനായ അച്ഛന്റെ മറുപടി. ഇറങ്ങി പോടി, അവൾക്ക് ബുക്ക് വേണത്രേ, ബുക്ക് എന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിലും മെറ്റിൽഡയെ അവിടുന്ന് തള്ളി മാറ്റുന്നുമുണ്ട്. സോ ആ വീട്ടിലെ മെറ്റിൽഡ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. പക്ഷെ അവള് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവളുടെ കാര്യങ്ങൾ ആരും തന്നെ നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മെറ്റിൽഡ സ്വന്തമായി തന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ വീട്ടുകാരൊക്കെ പുറത്തു പോയ സമയത്ത് വീട്ടിലുള്ള ഒരു മാഗസിൻ നോക്കി ഇവിടെ തൊട്ടടുത്തുള്ള ലൈബ്രറി എവിടെയാണ് എന്ന് മെറ്റിൽഡ കണ്ടെത്തി. അങ്ങനെ ആ 4 വയസ്സുകാരി ഒറ്റക്ക് ആ ലൈബ്രറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവള് ഒറ്റക്ക് റോഡൊക്കെ ക്രോസ് ചെയ്ത് നടന്നുകൊണ്ടാണ് ആ ലൈബ്രറിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മുത്തശ്ശിയാണ് ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യുന്നത്. ആ മുത്തശ്ശിയോട് ഈ മോള് ചോദിക്കാണ് ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ബുക്സ് ഉണ്ടോ എന്ന്. മോൾക്ക് ഏത് ബുക്കാണ് വേണ്ടത്? ധാരാളം ചിത്രങ്ങളുള്ള ബുക്കാണോ വേണ്ടത് എന്ന് മുത്തശ്ശി ചോദിച്ചു. എനിക്ക് ചിത്രങ്ങളുള്ള ബുക്സ് ഒന്നുമല്ല വേണ്ടത്, എനിക്ക് വായിക്കാൻ പറ്റിയ ബുക്സ് ആണ് വേണ്ടത് എന്ന് മെറ്റിൽഡ മറുപടി കൊടുത്തു. ആ മറുപടി കേട്ട് ആ മുത്തശ്ശി ഷോക്കായി പോയി. കാരണം 4 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് എങ്ങനെയാണ് വായിക്കാൻ അറിയുക? മെറ്റിൽഡ എന്തായാലും ആ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് വായിക്കാനായി ആരംഭിച്ചു. വളരെ പെട്ടെന്നാണ് അവള് ഓരോ ബുക്സും വായിച്ചു തീർക്കുന്നത്. സോ ഇതെന്തായാലും സ്ഥിരമായിട്ടുണ്ട്. അതായത് മെറ്റിൽഡയുടെ വീട്ടുകാരൊക്കെ പുറത്തു പോയാലും അവള് ഒറ്റക്ക് ദിവസവും ആ ലൈബ്രറിയിൽ ചെന്ന് ഓരോ ബുക്സ് എടുത്ത് വായിച്ചു തീർക്കും. ആ ലൈബ്രറിയിലെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ബുക്സ് ഒക്കെ വായിച്ചു തീർത്തതിനു ശേഷം അവള് വലിയ വലിയ ബുക്സ് വായിക്കാനായി ആരംഭിച്ചു. അതായത് വലിയ വലിയ സയന്റിസ്റ്റുമാരുടെ റിസർച്ച് ബുക്സ്, സയൻസ് ബുക്സ്, മാത്സ്, GK അങ്ങനെ സകല ബുക്സും ഈ കൊച്ചുകുട്ടി ഒറ്റക്ക് വായിച്ചു തീർക്കുകയാണ്. ഇതൊക്കെ കാണുന്ന ആ മുത്തശ്ശി ശരിക്കും ഷോക്കായി പോയി. പുള്ളിക്കാരിക്ക് വിശ്വസിക്കാനാകുന്നില്ല ഒരു 4 വയസ്സുകാരിയാണ് ഇതുപോലുള്ള ബുക്സ് വളരെ എളുപ്പത്തിൽ വായിച്ചു തീർക്കുന്നത് എന്ന്. ഈ കുട്ടി സാധാരണ ഒരു കുട്ടിയല്ല, അവൾ ഒരു ജീനിയസ് ആണ് എന്ന് ഈ മുത്തശ്ശി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഈ മുത്തശ്ശി മെറ്റിൽഡയോട് പറയാണ്, മോള് ദിവസം ഈ ലൈബ്രറിയിലേക്ക് കഷ്ടപ്പെട്ട് വരണമെന്നില്ല, ഞാൻ മോൾക്ക് ഫ്രീ ആയിട്ട് ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് നൽകാം. അപ്പോൾ മോൾക്ക് ഏത് ബുക്സ് ആണോ ഇഷ്ടം അത് മോൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത്
വായിച്ചു തീർത്തതിനു ശേഷം മാത്രം ലൈബ്രറിയിൽ തിരിച്ചേൽപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മെറ്റിൽഡ മോള് ഒരു കൊച്ചു ട്രോളിയിൽ അവളുടെ ഫേവറേറ്റ് ബുക്സുമായി വീട്ടിലേക്ക് പോവുകയാണ്. സാധാരണ നല്ല മാതാപിതാക്കളാണെങ്കിൽ അവരുടെ കുട്ടികളെ പാർക്കിലൊക്കെ കളിക്കാനായിട്ട് കൊണ്ടുപോകും. അങ്ങനെ പാർക്കിൽ നിന്ന് എല്ലാ കുട്ടികളും കളിക്കുമ്പോൾ ആ പാർക്കിന്റെ പുറത്തിരുന്നു കൊണ്ട് മെറ്റിൽഡ ദിവസവും ഓരോ ബുക്സ് വായിച്ചു തീർക്കും. സോ ഇപ്പോൾ നമ്മുടെ മെറ്റിൽഡ മോൾക്ക് 6 വയസ്സ് പ്രായമാണ്. അവളുടെ മാതാപിതാക്കൾ അവളെ ഇതുവരെ സ്കൂളിൽ ചേർത്തിട്ടില്ല. അതിന്റെ നല്ല സങ്കടം അവൾക്കുണ്ട്. അവളുടെ വലിയ ഒരു ആഗ്രഹമാണ് സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠിക്കണമെന്ന്. ഒരു ദിവസം മെറ്റിൽഡയുടെ മുറിയിലേക്ക് അവളുടെ അച്ഛൻ കയറി വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ബുക്സ് കാണുകയാണ്. ഈ ചവറൊക്കെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത് എന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛാ, ഇത് ചവറല്ല, ഇത് ബുക്സ് ആണ്, ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് എന്ന് മെറ്റിൽഡ മറുപടി കൊടുത്തു. ബുക്ക് വായിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ അവളുടെ ബുക്ക് വലിച്ചെറിയുകയാണ്. അപ്പോൾ അച്ഛനോടും അമ്മയോടും മെറ്റിൽഡ പറയാണ്, എനിക്ക് 6 വയസ്സ് കഴിഞ്ഞു. ഈ പ്രായത്തിൽ എല്ലാവരും സ്കൂളിൽ പോകാൻ ആരംഭിക്കണം. അപ്പോൾ 5 പൈസന്റെ വിവരമില്ലാത്ത ഈ മാതാപിതാക്കൾ ആ മോളോട് പറയാണ്, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല, അതൊക്കെ മണ്ടന്മാരായ മാതാപിതാക്കളുടെ കാശ് കളയാനുള്ള സംവിധാനങ്ങൾ മാത്രമാണ്. ആ രാത്രി നമ്മുടെ മെറ്റിൽഡ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഒരു നോവൽ വായിക്കുകയാണ്. അവളുടെ കണ്ണീര് ആ ബുക്കിൽ വീഴുന്നത് കാണാം. ഈ നോവൽസിൽ മാത്രമാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരുള്ളത്. യഥാർത്ഥ ജീവിതത്തിൽ എല്ലാവരും മോശമായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ഇപ്പോൾ മെറ്റിൽഡ വിശ്വസിക്കുന്നത്. ഒരു ദിവസം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്ന സമയത്ത് അവളുടെ അച്ഛൻ സന്തോഷത്തോടെ ഈ മാസം അദ്ദേഹം ബിസിനസ്സിൽ ഉണ്ടാക്കിയ ലാഭത്തെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന തുകയൊക്കെ മൈക്കിളിനോട് എഴുതി കണക്ക് കൂട്ടാനായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ ആണെങ്കിലും, അച്ഛാ ഇതൊക്കെ വലിയ നമ്പേഴ്സ് ആണ്, എനിക്ക് ഇതൊന്നും കൂട്ടാൻ അറിയത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മര്യാദക്ക് വായ പൂട്ടി എഴുതട എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ എല്ലാ നമ്പേഴ്സും പറഞ്ഞതിന് ശേഷം എന്റെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് മൈക്കിളിനോട് അച്ഛൻ ചോദിക്കുകയാണ്. മൈക്കിൾ എഴുതി കണക്ക് കൂട്ടുന്നതിന് മുൻപായിട്ട് അവിടെ ഇരിക്കുന്ന മെറ്റിൽഡ വളരെ നിസ്സാരമായിട്ട് ഒരൊറ്റ സെക്കൻഡിൽ ഉത്തരം പറയുകയാണ്. അച്ഛാ, അച്ഛന്റെ ഈ മാസത്തെ ടോട്ടൽ പ്രോഫിറ്റ് $10,265. ഇത് കേട്ട് ഇവര് 3 പേരും ഷോക്കായി പോയി. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ക് കൂട്ടി നോക്കാമെന്ന് അവരോട് മെറ്റിൽഡ പറയുകയാണ്. അവര് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ മെറ്റിൽഡ പറഞ്ഞ ഉത്തരം ശരിയാണ്. സാധാരണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഏത് മാതാപിതാക്കളും ശരിക്കും പ്രൗഡ് ആവും അല്ലെ? എന്നാൽ ഇവിടെ മെറ്റിൽഡയുടെ അച്ഛന് ഈഗോ അടിച്ചിട്ട് സ്വന്തം മോളെ വഴക്ക് പറയുകയാണ്. നിന്റെ വിചാരം എന്താണ്? നീ എന്റെ അച്ഛനും ഞാൻ നിന്റെ കുട്ടിയുമെന്നോ? നീ കൊച്ചു കുട്ടിയാണ്, എന്റെ അടുത്ത് നീ ഓവർ സ്മാർട്ട് ആവാൻ നോക്കേണ്ട എന്നൊക്കെ വളരെ മോശമായിട്ട് ആ മോളെ വഴക്ക് പറഞ്ഞിട്ട് അദ്ദേഹം മെറ്റിൽഡയെ മുറിയിൽ അടച്ച് ലോക്ക് ചെയ്തു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം, നീ ഓവർ സ്മാർട്ട് ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത് എന്ന്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന മെറ്റിൽഡ തന്റെ അച്ഛന്റെ ഈ വാചകമാണ് ഓർത്തുകൊണ്ടേ നിൽക്കുന്നത്. അതായത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണമെന്ന്. അന്ന് രാത്രി അവൾ അവളുടെ സ്വന്തം അച്ഛനെ ശിക്ഷിക്കാനായി തീരുമാനിച്ചു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ 85% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അച്ഛനും അമ്മയും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മെറ്റിൽഡ അവരുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ ദിവസവും മുടി കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡൈയില് പെറോക്സൈഡ് മിക്സ് ചെയ്യുകയാണ്. അടുത്ത ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് അച്ഛന് മുടി ഡൈ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം അച്ഛനെ കണ്ട് മൈക്കിളും അമ്മയും ഷോക്കായി പോയി. കാരണം മൂപ്പരുടെ മുടിയുടെ കളർ ആകെ അലങ്കോലമായിട്ടുണ്ട്. മനുഷ്യ, തല എന്തോ നീ കാണിച്ചു വെച്ചേക്കുന്നേ? ഈ കോലത്തിൽ നിങ്ങളെ എന്റെ ഭർത്താവാണ് എന്ന് പറയാൻ എനിക്ക് പോലും നാണക്കേടാണ് എന്ന് ഭാര്യ പറയുകയാണ്. അങ്ങേര് കണ്ണാടി നോക്കി സ്വന്തം മുടി കണ്ട് ബോധം കെട്ടി വീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒപ്പിച്ചു വെച്ച നമ്മുടെ മെറ്റിൽഡ മെല്ലെ ആരും കാണാതെ പുഞ്ചിരിക്കുകയാണ്. സോ അന്ന് ഹാരി ആണെങ്കിൽ തന്റെ 2 മക്കളെ കൂട്ടി അദ്ദേഹത്തിന്റെ യൂസ്ഡ് കാർ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഹാരിയുടെ യൂസ്ഡ് കാർ ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഉഡായ്പ് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത്. നല്ല അടിപൊളി കാർസ് ആണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ പുറമെ കാണുമ്പോൾ എല്ലാം നല്ല
കിടിലൻ കിളിക്കുഞ്ഞു പോലത്തെ കാർസ് ആണെങ്കിലും സത്യത്തിൽ ഇതൊക്കെ ആക്രിക്കാര് പോലും വാങ്ങാൻ മടിക്കുന്ന കാർസ് ആണ്. ഹാരി തന്റെ മകനോട് ഈ ബിസിനസിനെ കുറിച്ച് വിശദമായി പഠിപ്പിക്കുകയാണ്. തന്റെ കാലശേഷം മൈക്കിൾ ആയിരിക്കണം ഈ ബിസിനസ് നടത്തേണ്ടത്. അപ്പോൾ ഇവിടെയുള്ളത് വളരെ തുരുമ്പ് പിടിച്ച അത്രത്തോളം പഴകിയ ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടിയ കാർസ് ആണ്. അതൊക്കെ ആർക്കും മനസ്സിലാവാത്ത വിധം റീപെയിന്റ് ചെയ്തുകൊണ്ട് അതിലെ മീറ്ററിലെ കിലോമീറ്റേഴ്സ് കുറച്ചുകൊണ്ട് വളരെയധികം വില കൂട്ടിക്കൊണ്ടാണ് ഹാരി തന്റെ യൂസ്ഡ് കാർ സ്ഥാപനത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് മെറ്റിൽഡ അറിയുന്നത്. അച്ഛൻ ഈ ചെയ്യുന്ന ബിസിനസ് തെറ്റാണ്, ഇത് ഒരിക്കലും നല്ലതല്ല, ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് അച്ഛൻ പണം സമ്പാദിക്കുന്നത് എന്നൊക്കെ ധൈര്യത്തോടെ മെറ്റിൽഡ അച്ഛന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ ഹാരി മോളോട് പറയാണ്, എടി കൊച്ചെ, നീ മുട്ടേന്ന് വിരിഞ്ഞിട്ടുണ്ടത്രേ. ഈ ലോകത്ത് പണക്കാരനാവണമെങ്കിൽ നേരായ വഴി ഒന്നുമില്ല. ഇതുപോലെയൊക്കെ തന്നെയാണ് പണക്കാര് പണം സമ്പാദിക്കുന്നത്. നേരായ വഴിയിലെ കൂടി പണം സമ്പാദിക്കാൻ ഇരുന്നാൽ എവിടെയും എത്തത്തില്ല എന്നൊക്കെ ദേഷ്യത്തോടെ ഹാരി മെറ്റിൽഡയോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്റെ അച്ഛൻ എത്രത്തോളം വൃത്തികെട്ടവനാണ് എന്ന് മെറ്റിൽഡ മനസ്സിലാക്കി. അവൾ അവളുടെ അച്ഛനെ വീണ്ടും ശിക്ഷിക്കാനായി തീരുമാനിച്ചു. മുടി കളർ ചെയ്ത് കുളമായതുകൊണ്ട് അയാൾ ഇന്നൊരു തൊപ്പി വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ മെറ്റിൽഡ തൊപ്പിയുടെ അടുത്തായിട്ട് തന്നെ പശ കാണുകയാണ്. അത് കണ്ടപ്പോൾ മെറ്റിൽഡയുടെ കൊച്ചു ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുകയാണ്. സോ അവര് കുടുംബമായിട്ട് ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ സീനിയ ഹാരിയോട് പറയാണ്, ദേ മനുഷ്യ, ഇത് വലിയ വലിയ പണക്കാര് വരുന്ന റെസ്റ്റോറന്റ് ആണ്. ആ തലയിലെ തൊപ്പി എടുത്ത് മാറ്റി, കാണുമ്പോൾ തന്നെ കൂറ ലുക്കുണ്ട്. അപ്പോൾ അദ്ദേഹം തൊപ്പി ഊരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് സീനിയ ഹാരിയുടെ തലയിലെ തൊപ്പി വലിച്ചഴിക്കാനായി ശ്രമിക്കുകയാണ്. അവസാനം മുടിയടക്കം പറഞ്ഞു വന്ന് അമ്മയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് തെറിച്ച് ദൂരേക്ക് പോയി, അച്ഛൻ വേറെ ഭാഗത്തേക്കായിട്ടും തെറിച്ചു വീണു. ഇതൊക്കെ ഒപ്പിച്ചു വെച്ച മെറ്റിൽഡ പുഞ്ചിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ എങ്ങനെയൊരു മണ്ടനെയാണല്ലോ ദൈവമേ ഞാൻ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ തൊപ്പി സീനിയ ഹാരിയുടെ തലയിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ്. സത്യമായിട്ടും എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് എന്റെ തലയിൽ ഒട്ടിപ്പിടിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് ഹാരി ഇവിടെ പറയുന്നുമുണ്ട്. അന്ന് രാത്രി ഹാരി നല്ല ദേഷ്യത്തിലാണ്. അദ്ദേഹം TV ഓൺ ചെയ്തു. അപ്പോൾ എല്ലാവരും TV കാണുകയാണ്. എന്നാൽ മെറ്റിൽഡ മാത്രം സോഫയിൽ ഇരുന്ന് ഒരു ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഹാരിക്ക് നല്ല ദേഷ്യം വന്നു. അവളുടെ ബുക്ക് തട്ടിപ്പറിച്ച് ആ ബുക്ക് അച്ഛൻ കീറി കളയുകയാണ്. അച്ഛാ, അത് കീറല്ലേ, അത് ലൈബ്രറിയിൽ തിരിച്ചേൽപ്പിക്കേണ്ട ബുക്കാണ് എന്നൊക്കെ മെറ്റിൽഡ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അതൊന്നും കാര്യമാക്കാതെ ആ ബുക്ക് മുഴുവനായിട്ടും വലിച്ചു കീറി കളഞ്ഞു. നിനക്കെന്താടി ഞങ്ങളുടെ കൂടെ TV കണ്ടാല്, TV കാണു എന്ന് പറഞ്ഞു മെറ്റിൽഡയുടെ തല പിടിച്ച് അവളെ TVയിലെ ഒരു വൃത്തികെട്ട പരിപാടി കാണിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് കയറിയ ദേഷ്യത്തിലും അച്ഛൻ നിർബന്ധിച്ച് TV കാണിക്കുന്ന ദേഷ്യത്തിലും മെറ്റിൽഡ അത്രത്തോളം ദേഷ്യത്തിലാണ് ആ TV നോക്കുന്നത്. അപ്പോഴാണ് അത് സംഭവിച്ചത്. അതായത് ആ TV പൊട്ടിത്തെറിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ മെറ്റിൽഡക്ക് ചെറിയ സംശയമായി. അതായത് അവള് ദേഷ്യത്തോടെ നോക്കിയത് കാരണമാണോ ഈ TV പൊട്ടിത്തെറിച്ചത് എന്ന്. അടുത്ത ദിവസം ഹാരിയുടെ സ്ഥാപനത്തിൽ ഒരു കാർ വാങ്ങിക്കാനായി വലിയ ഒരു സ്ത്രീ എത്തുകയാണ്. അതായത് പുള്ളിക്കാരിയെ കണ്ടാൽ ആരായാലും ഒന്ന് പേടിച്ചു പോകും. അപ്പോൾ ഈ സ്ത്രീ ഹാരിയോട് പറയുന്നുണ്ട്, ഞാൻ ക്രഞ്ചം ഹോൾ എലിമെന്ററി സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് എന്ന്. എനിക്ക് നല്ലൊരു കാർ തന്നെ വേണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്കൂളിലെ കുട്ടികൾ കുരുത്തക്കേട് കളിച്ചാലും അവർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ ജയിലിൽ ലഭിക്കുന്ന ശിക്ഷയേക്കാൾ കഠിനമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഹാരി തന്റെ മകളെ ആ സ്കൂളിൽ ചേർക്കാനായി തീരുമാനിച്ചു. അവളെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഓർത്തിട്ട്. സ്വന്തം മക്കളോട് സ്നേഹമുള്ള ഒരു മാതാപിതാക്കളും ആ സ്കൂളിൽ അവരുടെ കുട്ടിയെ ചേർക്കത്തില്ല. നിന്നെ ഞാൻ സ്കൂളിൽ ചേർത്തു എന്ന് അച്ഛൻ മോളോട് പറഞ്ഞപ്പോൾ ആ മോൾക്ക് ഒരുപാട് സന്തോഷമായി. സ്കൂളിൽ പഠിക്കാനായി പോകാം, ഒരുപാട് കൂട്ടുകാരെ കിട്ടും എന്നൊക്കെ ആലോചിച്ച് അവള് നല്ല സന്തോഷത്തിലാണ് ആ സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷെ ആ സ്കൂളിൽ എത്തിയപ്പോൾ അവൾ സാധാരണ വായിക്കുന്ന നോവൽസിൽ കാണുന്ന പോലത്തെ സ്കൂൾ ഒന്നുമല്ല അത്. എന്നാൽ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. അപ്പോൾ ഈ വലിയ സ്ത്രീയാണ് മിസ് ട്രെഞ്ചബുൾ, ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ. ഒരു ദിവസം ഒരു കുട്ടി ക്ലാസ് റൂമിൽ വെച്ച് മിഠായി തിന്നതിന് ആ കുട്ടിയെ ട്രെഞ്ചബുൾ ക്ലാസ് റൂമിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് എറിയുകയാണ്. ഇവിടെ അമാൻഡ എന്ന പെൺകുട്ടി മുടി 2 വശത്തായി കെട്ടിയിട്ടാണ് സ്കൂളിലേക്ക് വന്നത്. അത് ട്രെഞ്ചബുളിന് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പാവം കുട്ടിയുടെ മുടി പിടിച്ചുകൊണ്ട് അവളെ കറക്കി ദൂരേക്ക് വലിച്ചെറിയുകയാണ്. അവൾ ചെന്ന് വീണത് ഒരു ഗാർഡനിലേക്കാണ്. അവിടെ വെച്ച് അമാൻഡ കുറച്ച് പൂക്കൾ എടുത്തിട്ട്
എത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെടാം. നല്ല സ്നേഹമുള്ള ഏത് കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് ടീച്ചർ, അതാണ് മിസ് ജെനിഫർ ഹണി. അമാൻഡയുടെ മുടി ജെനിഫർ ടീച്ചർ കെട്ടിക്കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമാൻഡ തന്നെ പ്രിയപ്പെട്ട ജെനിഫർ ടീച്ചറിന് ആ പൂക്കൾ സമ്മാനമായി നൽകി. ക്ലാസ്സിലെ പുതിയ കുട്ടിയായ മെറ്റിൽഡയോട് ജെനിഫർ ടീച്ചർ പറയാണ്, മോള് പേടിക്കേണ്ട, ഇതുവരെ എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ മോളെ ഞാൻ തന്നെ വിശദമായി പഠിപ്പിക്കാം. എന്ന് നമ്മൾ 2 മൾട്ടിപ്പിൾസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളോട് 2 മൾട്ടിപ്പിൾസ് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉത്തരം പറയുന്നുമുണ്ട്. അപ്പോൾ തമാശ രീതിയിൽ ജെനിഫർ ടീച്ചർ വലിയ ഒരു നമ്പറിനെ മൾട്ടിപ്പിൾസ് കുട്ടികളോട് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ടീച്ചറിനെ തമാശ കേട്ട് ചിരിക്കുമ്പോൾ ആ വലിയ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് മെറ്റിൽഡ പറയുകയാണ്. ഇത് കേട്ട് ടീച്ചറും ക്ലാസ്സിലെ കുട്ടികളും എല്ലാവരും ഷോക്കായി. ജെനിഫർ ആ ഉത്തരം ശരിയാണോ എന്ന് എഴുതി നോക്കിയപ്പോൾ മെറ്റിൽഡ പറഞ്ഞ ഉത്തരം ശരി ഉത്തരമാണ്. ജെനിഫർ ആകെ ഷോക്കായി പോയി. മെറ്റിൽഡ ഒരു ജീനിയസ് ആണ് എന്ന് ജെനിഫർ ടീച്ചർ മനസ്സിലാക്കി. മോൾ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് ബുക്സ് വായിച്ചിട്ടാണ് ഇതൊക്കെ സ്വയം പഠിച്ചെടുത്തത് എന്ന് മെറ്റിൽഡ മറുപടി കൊടുത്തു. ജെനിഫർ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ആ ദിവസം തന്നെ ജെനിഫർ മെറ്റിൽഡയുടെ മാതാപിതാക്കളെ കണ്ട് അവരുടെ മകൾ എത്രത്തോളം ജീനിയസ് ആണ്, അവളെ നന്നായി കെയർ ചെയ്താലും അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നൊക്കെ പറയാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ മെറ്റിൽഡയുടെ മാതാപിതാക്കൾ വളരെ മോശമായിട്ടാണ് ജെനിഫർ ടീച്ചറിനോട് സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മെറ്റിൽഡയുടെ വീട്ടിലെ അവസ്ഥ എന്താണ് എന്ന് ജെനിഫറിന് മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരി അവിടുന്ന് പോകുമ്പോൾ മാതാപിതാക്കൾ കാണാതെ മെറ്റിൽഡക്ക് സമ്മാനമായി അവിടെ ഒരു ബുക്ക് വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. മെറ്റിൽഡ മോൾക്ക് ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് തന്റെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചറായ ജെനിഫറിനെയാണ്. അടുത്ത ദിവസം സ്കൂളിൽ നിന്നും ജെനിഫർ ടീച്ചർ മെറ്റിൽഡയോട് മോൾ ഇന്ന് എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട് എന്ന് മെറ്റിൽഡ പറഞ്ഞു. അങ്ങനെ അന്ന് സ്കൂൾ വിട്ടതിനു ശേഷം ജെനിഫറിന്റെ കൂടെ പുള്ളിക്കാരുടെ വീട്ടിലേക്ക് മെറ്റിൽഡയും പോകുന്നുണ്ട്. അവര് നടന്നു പോകുന്ന സമയത്ത് ജെനിഫർ മെറ്റിൽഡക്ക് ട്രഞ്ച്ബുളിന്റെ വീട് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ആ വീട്ടിലെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ മെറ്റിൽഡ ചോദിക്കാണ് ആ വീട്ടിലെ കൊച്ചു കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ആ വീടിന്റെ ചരിത്രത്തെ കുറിച്ച് ജെനിഫർ മെറ്റിൽഡക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മാഗ്നസ് എന്നയാളും അദ്ദേഹത്തിന്റെ ഭാര്യ കേറ്റിന്റെയും വീടായിരുന്നു അത്. അവർക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. ആ മോൾക്ക് വെറും 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ മോളുടെ അമ്മ മരണപ്പെട്ടത്. അങ്ങനെ ആ 2 വയസ്സുള്ള കുട്ടിയെ നോക്കാൻ വേണ്ടി മാഗ്നസ് അവന്റെ സഹോദരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ സഹോദരിയാണ് ട്രഞ്ച്ബുൾ. പക്ഷെ ട്രഞ്ച്ബുൾ ആ കുട്ടിയെ വളരെ ക്രൂരമായിട്ടാണ് നോക്കിയത്. കുറച്ചു നാളുകൾക്ക് ശേഷം മാഗ്നസ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അങ്ങനെ ട്രഞ്ച്ബുൾ അദ്ദേഹത്തിന്റെ സകല സ്വത്തുക്കളും കൈക്കലാക്കി. അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ സ്കൂള്, അദ്ദേഹത്തിന്റെ സകല പ്രോപ്പർട്ടീസും. മാഗ്നസിന്റെ മകൾ വലുതായപ്പോൾ അവൾ ഈ ട്രഞ്ച്ബുളിന്റെ അടുത്തുനിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോയി. പിന്നീട് ആരും അവളെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ബുദ്ധിശാലിയായ മെറ്റിൽഡക്ക് കാര്യം പിടികിട്ടി. ട്രഞ്ച്ബുളിന്റെ സഹോദരനായ മാഗ്നസിന്റെ ആ മകൾ വേറെ ആരുമല്ല, ജെനിഫർ ടീച്ചർ തന്നെയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്കൂളിലെ കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ ജെനിഫറിന്റെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് കണ്ടെത്താനും ആ വീട്ടില് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മക്കായി സൂക്ഷിച്ചു വെച്ച പല വസ്തുക്കൾ കണ്ടെത്താൻ വേണ്ടിയുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജെനിഫർ മെറ്റിൽഡയോട് പറയുന്നുണ്ട്. സോ ഇവിടെ അവര് ട്രഞ്ച്ബുൾ കാറുമായി പുറത്തു പോകുന്നത് കാണുകയാണ്. അപ്പോൾ മെറ്റിൽഡ ജെനിഫറിനോട് പറയാണ്, ഇതാണ് തക്ക സമയം, നമുക്ക് ആ വീട്ടിൽ കേറിക്കൂടാം. ജെനിഫർ മെറ്റിൽഡയെ തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മെറ്റിൽഡ വേഗം ആ വീട്ടിലേക്ക് ഓടി കേറിയിട്ടുണ്ട്. പിന്നാലെ ജെനിഫറും ചെന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ജെനിഫർ ട്രഞ്ച്ബുൾ കൈക്കലാക്കിയ ജെനിഫറിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ പണ്ട് മാഗ്നസിന്റെ ഫോട്ടോ ആണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ആ ഫോട്ടോക്ക് പകരം അവിടെ ട്രഞ്ച്ബുളിന്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെ കാറ് കേടായ ട്രഞ്ച്ബുൾ ആണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങി എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി തിരിച്ചെത്തിയത് മനസ്സിലാക്കിയ ഇവര് രണ്ടുപേരും ആ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. ട്രഞ്ച്ബുളിനും മനസ്സിലായി തന്റെ വീട്ടിൽ ആരോ കേറി കൂടിയിട്ടുണ്ട് എന്ന്. അവർ ആരാണ് എന്ന് കണ്ടെത്താനാണ് ട്രഞ്ച്ബുളിന്റെ ശ്രമം. എന്നാൽ ഇവര് രണ്ടുപേരും ബുദ്ധിപരമായി ട്രഞ്ച്ബുളിന്റെ കണ്ണിൽ പെടാതെ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അന്ന് വീട്ടിൽ തിരിച്ചെത്തിയ മെറ്റിൽഡയെ അവളുടെ അച്ഛൻ വെറുതെ ഒരു കാരണവുമില്ലാതെ വഴക്ക് പറയുകയാണ്. അപ്പോൾ മെറ്റിൽഡ മോളാണെങ്കിലും ഡോറിന്റെ ലോക്കിലേക്കാണ് ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്നത്. അപ്പോൾ ആ ഡോർ മെറ്റിൽഡക്ക് കണ്ണുകൊണ്ട് കൺട്രോൾ ചെയ്ത് അടക്കാനായി സാധിച്ചു. അങ്ങനെ പുള്ളിക്കാരിക്ക് മനസ്സിലായി കണ്ണുകൊണ്ട് തനിക്ക് നിയന്ത്രിക്കാനായി സാധിക്കുമെന്ന്. പക്ഷെ അതിനായി നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ അന്ന് തൊട്ട് തനിക്കുള്ള സൂപ്പർ പവർ മെറ്റിൽഡ പ്രാക്ടീസ് ചെയ്യാനായി ആരംഭിച്ചു. അവൾ അങ്ങനെ പല സാധനങ്ങളും അവളുടെ കണ്ണുകൊണ്ട് നിയന്ത്രിക്കാനായി പഠിച്ചെടുത്തു. കണ്ണുകൊണ്ട് മാത്രമല്ല കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടും അവൾക്ക് എല്ലാ വസ്തുക്കളും നീക്കാനായി സാധിക്കും.
സാധിക്കും. അതാണ് മെറ്റിൽഡയുടെ സൂപ്പർ പവർ. അപ്പോൾ അന്ന് രാത്രി അവള് ട്രെഞ്ചബിളിന്റെ വീട്ടിലേക്ക് ആരും കാണാതെ പുറപ്പെട്ടു. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു മരത്തിന്റെ മുകളിലേക്കാണ് മെറ്റിൽഡ കയറിയത്. സോ അവിടെ വീട്ടില് ജെനിഫറിന്റെ അച്ഛനായ മാഗ്നസിന്റെ ഫോട്ടോ കാണാം. ബൈനോക്കുലറിലേക്ക് കൂടി നോക്കി ആ ഫോട്ടോ മെറ്റിൽഡ നീക്കുകയാണ്. പണ്ട് ജെനിഫർ ടീച്ചർ കളിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരുടെ ഡോളാണ് അത്. ജനാല തുറന്ന മെറ്റിൽഡ ആ ഡോള് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ ആ മരത്തുനിന്ന് ഇറങ്ങുന്ന സമയത്ത് മെറ്റിൽഡ മുടിയിൽ കെട്ടിയ റിബൺ അവിടെ താഴെ വീഴുകയാണ്. ഇനി മെറ്റിൽഡയുടെ അടുത്ത ടാസ്ക് ക്രൂര മനസ്സുള്ള ട്രെഞ്ചബിളിനെ ഒന്ന് പേടിപ്പിക്കുക എന്നതാണ്. അതിനായി ആദ്യം അവൾ കണ്ണുകൊണ്ട് ട്രെഞ്ചബിൾ ഇരിക്കാനായി പോകുന്ന സോഫ നീക്കുകയാണ്. ട്രെഞ്ചബിൾ അപ്പോൾ താഴെ വീണു. അതിനുശേഷം ക്ലോക്കിലെ സമയം വളരെ വേഗത്തിൽ നീക്കുകയാണ്. പിന്നെ ലൈറ്റ്സ് ആണെങ്കിൽ ഓൺ ഓഫ് ആക്കി കളിക്കുന്നുമുണ്ട്. അതായത് ആ വീട്ടിൽ ഒരു പ്രേതം വന്നതുപോലെയാണ് മെറ്റിൽഡ തന്നെ സൂപ്പർ പവേഴ്സ് കൊണ്ട് ഇവിടെ സൃഷ്ടിച്ചെടുത്തത്. പിന്നെ ഇവിടെ ചുമരിലുള്ള ട്രെഞ്ചബിളിന്റെ ഫോട്ടോ പുറത്തെടുത്ത് അത് തീയിലിട്ട് കത്തിച്ചു. മുകളിലത്തെ നിലയിൽ നിന്ന് മാഗ്നസിന്റെ ഫോട്ടോ എന്നിട്ട് അവിടെ പറന്നെത്തുകയാണ്. എന്നിട്ട് ആ ചുമരിൽ മാഗ്നസിന്റെ ഫോട്ടോ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മാഗ്നസിന്റെ പ്രേതം ഈ വീട്ടിലുണ്ട് എന്ന് കരുതി ട്രെഞ്ചബിൾ പേടിച്ചു ഓടുകയാണ്. എന്നാൽ അപ്പോഴാണ് അവിടെ താഴെ നിന്നും പുള്ളിക്കാരിക്ക് ഒരു റിബൺ കിട്ടിയത്. തന്റെ സ്കൂളിൽ പഠിക്കുന്ന ഏതോ ഒരു കുട്ടിയുടെ റിബൺ ആണ് ഇത് എന്ന് ട്രെഞ്ചബിളിന് മനസ്സിലായി. അടുത്ത ദിവസം സ്കൂളിൽ ചെന്ന മെറ്റിൽഡ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ജെനിഫർ ടീച്ചറിനോട് പറഞ്ഞ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ചെറുപ്പത്തിലെ ആ ഡോൾ നൽകുകയാണ്. അപ്പോൾ ജെനിഫർ ടീച്ചർ ആണെങ്കിൽ മെറ്റിൽഡയെ വഴക്ക് പറയുകയാണ്. മോൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയെ? മോള് ആ വീട്ടിൽ ചെന്ന കാര്യം ട്രെഞ്ചബിൾ അറിഞ്ഞാല് ട്രെഞ്ചബിൾ നിന്നെ വെറുതെ വിടത്തില്ല. അപ്പോൾ മെറ്റിൽഡ ചോദിക്കാണ് ട്രെഞ്ചബിളിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഐ മീൻ ടീച്ചറിന്റെ അച്ഛൻ ട്രെഞ്ചബിളിനെ എന്താണ് വിളിക്കാറുള്ളത്? അപ്പോൾ അഗാധ എന്ന് ജെനിഫർ പറഞ്ഞു. സോ ഇവിടെ ജെനിഫർ ആണെങ്കിൽ ട്രെഞ്ചബിൾ മെറ്റിൽഡയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ച് നല്ല ടെൻഷനിലാണ്. അപ്പോൾ ജെനിഫറിനോട് മെറ്റിൽഡ ഇതുവരെ ആരോടും പറയാത്ത തന്റെ സൂപ്പർ പവറിനെ കുറിച്ച് പറയുകയാണ്. ജെനിഫർ ആദ്യം അതൊന്നും കേട്ടപ്പോൾ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ജഗ് തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് മെറ്റിൽഡ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. ജെനിഫർ ആകെ ഷോക്കായി പോയി. സോ ഇന്നലെ തന്റെ വീട്ടിൽ ആരാണ് വന്നത് എന്ന് കണ്ടുപിടിക്കാനായി ട്രെഞ്ചബിൾ ആയിരിക്കും അവർക്ക് ക്ലാസ് എടുക്കുക. പുള്ളിക്കാരി നല്ല ദേഷ്യത്തിലാണ് ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. കുട്ടികളോടൊക്കെ ട്രെഞ്ചബിൾ വരിയായി നിൽക്കാനായി പറഞ്ഞു. എന്നിട്ട് ആ റിബൺ കാണിച്ചു കൊടുത്തിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ മാത്രമേ ഞാൻ ശിക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ശിക്ഷ ലഭിക്കും എന്നൊക്കെയാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രെഞ്ചബിൾ പറയുന്നത്. ഈ സമയം മെറ്റിൽഡ തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവിടെയുള്ള ചോക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അവൾ ബോർഡിൽ എഴുതുകയാണ്. ഇതേ സമയം അവിടെയുള്ള കേർട്ടൻസ് ഒക്കെ കാറ്റി വീശിക്കൊണ്ട് ഓപ്പൺ ക്ലോസ് ആയിക്കൊണ്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ മെറ്റിൽഡ ബോർഡിൽ എഴുതിയത് വേറൊന്നുമല്ല, ഹേയ് അഗാധ, ഇത് മാഗ്നസ് ആണ്. എന്റെ മോൾക്ക് അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും അവൾക്ക് തിരിച്ചു നൽകി ഈ നാട് വിട്ട് നീ പോകണം, അല്ലെങ്കിൽ നീ എന്നെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ നിന്നെ ഞാൻ കൊന്നുകളയും. അതായത് ജെനിഫറിന്റെ അച്ഛൻ മാഗ്നസിനെ കൊന്നത് ട്രെഞ്ചബിൾ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ട് ട്രെഞ്ചബിൾ പേടിച്ചു ഓടുകയാണ്. പേടിച്ചു ഓടുക എന്ന് മാത്രം പറയാനേ സാധിക്കില്ല, കാരണം ആ സ്കൂളിലെ എല്ലാ കുട്ടികളും പുള്ളിക്കാരിയെ എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേഷ്യം വന്ന ട്രെഞ്ചബിൾ ഒരു കുട്ടിയെ പിടിച്ച് ജനാലയുടെ പുറത്തേക്ക് എറിഞ്ഞു. എന്നാൽ നമ്മുടെ മെറ്റിൽഡ തന്റെ സൂപ്പർ പവർ വെച്ച് ആ കുട്ടിയെ പറത്തിക്കൊണ്ട് തിരിച്ച് ക്ലാസ് റൂമിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. ഫൈനലി കുട്ടികൾ ട്രെഞ്ചബിളിനെ ഓടിച്ച് ട്രെഞ്ചബിൾ ആ പാട്ട കാറും എടുത്ത് എന്നേക്കുമായി ഈ നാട് വിട്ടു പോവുകയാണ്. പിന്നീട് ആരും ട്രെഞ്ചബിളിനെ ആ നാട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഫൈനലി ജെനിഫറിന് അവകാശപ്പെട്ട അവളുടെ അച്ഛന്റെ ആ സ്കൂളും വീടും എല്ലാം ജെനിഫർ ടീച്ചറിന് തിരിച്ചു കിട്ടുകയാണ്. പുള്ളിക്കാരി ആ വീടൊക്കെ നല്ല വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ ജയില് പോലെ ഉണ്ടായ ആ സ്കൂള് ഒരു പൂന്തോട്ടം പോലെ ജെനിഫർ മാറ്റിയെടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ്. ഇല്ലീഗലായിട്ട് യൂസ്ഡ് കാർ വിൽക്കുന്ന മെറ്റിൽഡയുടെ അച്ഛനെ പിടിക്കാനായിട്ട് പിന്നാലെ പോലീസ് വരുന്നുണ്ട്. അതുകൊണ്ട് അവരും ഈ നാട് വിടാനായിട്ട് പോവുകയാണ്. എന്നാൽ അവരുടെ കൂടെ മെറ്റിൽഡ പോകാൻ തയ്യാറല്ല. ഞാൻ ജെനിഫർ ടീച്ചറിന്റെ കൂടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് മെറ്റിൽഡ വാശി പിടിച്ചു. ജെനിഫർ ആണെങ്കിൽ മെറ്റിൽഡയെ അഡോപ്റ്റ് ചെയ്ത് വളർത്താനും തയ്യാറാണ്. അപ്പോൾ അതിന്റെ പേപ്പേഴ്സ് ഒക്കെ മെറ്റിൽഡ തന്നെ തന്റെ മാതാപിതാക്കൾക്ക് നൽകിയപ്പോൾ അവര് ഒരു മടിയുമില്ലാതെ അതിലൊക്കെ ഒപ്പിട്ടു. അതായത് ഇപ്പോൾ മെറ്റിൽഡയുടെ അമ്മ അവളുടെ ഏറെ പ്രിയപ്പെട്ട
പാവപ്പെട്ട ടീച്ചറായ ജെനിഫർ ആണ്. അങ്ങനെ ഹാരിയും കുടുംബവും ആ നാട് വിട്ടു. ഇപ്പോൾ ജെനിഫറും മെറ്റിൽഡയും ഒന്നിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കാനായി ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് അവരുടെ രണ്ടുപേരുടെയും സന്തോഷമായ നാളുകളായിരുന്നു. അവരുടെ മാത്രമല്ല ആ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും. ജെനിഫർ ആണ് ഇപ്പോൾ ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.